പാലിയൂർ പള്ളിയിലെ കരോൾ ശുശ്രൂഷകൾ തടസ്സപ്പെടാനിടയായ പോലീസ് നടപടികൾ അതീവ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് അതിരൂപതാതല പ്രതിനിധി സംഘം. വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സംഘം. പാസ്റ്ററൽ കൗൺസിലിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും പ്രതിനിധി സംഘമാണ് പള്ളി സന്ദർശിച്ച വിഷയം വിലയിരുത്തിയത്. സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാലയൂരിലുണ്ടായ പോലീസ് നടപടികളിൽ സഭയ്ക്ക് അതീവ ഉത്കണ്ഠയും വേദനയുമുണ്ട്. രാജ്യത്തെ വിവിധയിടങ്ങളിലും കേരളത്തിൽ ചിലയിടങ്ങളിലും ക്രിസ്തുമസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന സംഭവങ്ങളാണ് ഈയിടെയായി ഉണ്ടാകുന്നത്. പാലിയൂർ വിഷയത്തിൽ പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പ്രതിഷേധാർഹമാണ്. ഇതിലെ സർക്കാർ നിലപാടറിയാൻ സഭയ്ക്ക് ആകാംക്ഷയുണ്ട്. കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് സംഘം ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സം നിന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല. ഈ തൃശ്ശൂർ അതിരൂപതയിലെ ആത്മായ വിശ്വാസികള് കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്ററൽ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തില് സംഘടിച്ച് നമുക്ക് നമ്മുടെ സ്വരം, നമ്മുടെ എതിർപ്പ്, ഈ കാര്യത്തിലുള്ള എതിർപ്പ് അധികാരികളെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരിയുടെ അധ്യക്ഷതയിൽ വൈദികർ, പള്ളി ട്രസ്റ്റിമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അഡ്വക്കേറ്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ്, മുൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി PI ലാസർ മാസ്റ്റർ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികളായ KC ഡേവിസ്, റോണി അഗസ്റ്റ്യൻ, ലീല വർഗീസ്, മേഴ്സി ജോയി, ജോജു മഞ്ഞില, അലോഷ്യസ് കുറ്റിക്കാട്ട്, ജോഷി കൊമ്പൻ, തോമസ് ചിറമൽ എന്നിവർ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ചാവക്കാട്.